നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഷ്ടിച്ച ധാന്യവുമായി എത്തിയ കപ്പലുകളെ തടഞ്ഞും റഷ്യയുടെ ഉള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ തകർത്തെറിഞ്ഞും ഉക്രൈൻ തിരിച്ചടി ശക്തമാക്കുകയാണ്. റഷ്യൻ നിഴൽ കപ്പലുകൾക്കെതിരെ ഉക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും റഷ്യ നിയമവിരുദ്ധമായി കടത്തിയ ധാന്യങ്ങളുമായി ഇസ്രയേലിലെത്തിയ പനോർ മിക്സ് എന്ന കപ്പലിന് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ചരക്കിറക്കാൻ അനുമതി ലഭിച്ചില്ല. ഒരാഴ്ച നീണ്ടുനിന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ കപ്പൽ ഇസ്രയേലിന്റെ ജലാതിർത്തി വിട്ടത്. റഷ്യയുടെ ഷാഡോ ഓയിൽ കപ്പലുകളെ തടയുന്നത് പോലെ തന്നെ അവരുടെ നിഴൽ ധാന്യ കപ്പലുകൾക്കെതിരെയും തങ്ങൾ പോരാടുന്നു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. മോഷ്ടിച്ച ധാന്യം വാങ്ങുന്നതും ഇത്തരം കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകുന്നതും കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നാണ് ഉക്രൈൻ വിദേശകാര്യ മന്ത്രി ആൻഡ്രീ സിഹിബ വ്യക്തമാക്കിയത്. ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതും അതുതന്നെയായിരുന്നു. എന്തായാലും സമാനമായ രീതിയിൽ സ്വീഡനിലും കഫ എന്ന ബൾക്ക് കാരിയർ നിയമവിരുദ്ധ ചരക്കു കടത്തിന്റെ പേരിൽ അധികൃതർ പിടിച്ചെടുത്തിരുന്നു. റഷ്യയിലെ എണ്ണ കമ്പനികൾ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ യുദ്ധം റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയായ യുക്രൈന്റെ സുരക്ഷാ സേവനമായ SBU ഡ്രോൺ ആക്രമണം ശക്തമാക്കിയിരുന്നു. പെർമിലെ റിഫൈനറിക്ക് നേരെ ആക്രമണം നടക്കുകയും ചെയ്തു. ഉക്രൈൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 1500 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലൂക്കോയിന്റെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ 2 ദിവസത്തിനിടെ രണ്ടാമത്തെ ആക്രമണമാണ് നടന്നത്. പ്രതിവർഷം 13 ദശലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണശാലകൾ ഒന്നുകൂടിയാണ് ഇത്. തെക്കൻ ഒറേബെർഗ് മേഖലയിലെ ഓർസ്കിലുള്ള ശുദ്ധീകരണശാലയും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിരുന്നു. റഷ്യൻ സൈന്യത്തിന് ഇന്ധനം എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ആക്രമണത്തിൽ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. അതായത് ഈ സ്ഥാപനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും ഇതിനുശേഷം ഒരു തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. റഷ്യയുടെ വിദൂര കിഴക്കൻ മേഖലയിലെ അതീവ സുരക്ഷയുള്ള സൈനിക നഗരത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഉക്രൈനിലെ ബുച്ച കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതിലൂടെ ബുച്ചയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന മേജർ ജനറൽ അസ്ബക്കേൽ ഒമൂർബെക്കോവിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ സ്ഫോടനത്തിൽ ഒമൂർബെക്കോവ പരുക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. ആക്രമണം നടന്നത് അതീവ സുരക്ഷാ മേഖലയിൽ, അതായത് ചൈനീസ് അതിർത്തിക്ക് അടുത്തുള്ള കിനിയാസെ ഓൾകോൺസ്കോയ് 1 എന്ന സൈനിക താവളത്തിലെ റെസിഡൻഷ്യൽസ് ബ്ലോക്കിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സ്ഫോടനം. പ്രവേശനം കർശനമായി നിയന്ത്രിക്കപ്പെട്ട സൈനികരും കുടുംബാംഗങ്ങളും മാത്രം മാറിപ്പോയതാണ് ഒമൂർബെക്കോവ രക്ഷപ്പെടാൻ കാരണമായത്. സ്ഫോടനത്തിൽ ലഫ്റ്റനന്റ് കേണൽ കുസ്മെൻസോ മസി താമസിക്കുന്ന നഗരത്തിലാണ് സ്ഫോടനം നടന്നത്. 1-ാം നിലയ്ക്കും 2-ാം നിലയ്ക്കും ഇടയിൽ മെയിൻ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ആക്രമിയെ ലക്ഷ്യമിട്ട പ്രവേശന കവാടം കൊല്ലപ്പെട്ടു. എന്തായാലും 2022-ൽ ഉക്രൈൻ അധിനിവേശത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബുച്ച നഗരം പിടിച്ചടക്കിയ റഷ്യൻ സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന ഒമൂർബെക്കോവ ബുച്ചയിൽ 400-ലധികം സിവിലിയന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒമൂർബെക്കോവിന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് ആരോപണം. സിവിലിയൻ കൂട്ടക്കൊലയുടെ പേരിൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒമൂർബെക്കോവിനും മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ടപ്പോഴും വ്ളാഡിമിർ പുടിൻ ഒമൂർബെക്കോവിന് ഹീറോ ഓഫ് റഷ്യൻ ഫെഡറേഷൻ എന്ന രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിരുന്നു. സംഭവത്തെ കുറിച്ച് റഷ്യയോ ഉക്രൈനോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് റഷ്യയിലേക്ക് പ്രവർത്തിക്കുന്ന ഉക്രൈൻ രഹസ്യ സെല്ലുകളുടെ നീക്കമാണ് ഇതെന്നാണ് സംശയം. റഷ്യയുടെ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ജപ്പാൻ വരും ദിവസങ്ങളിലും കൂടുതൽ സൈനിക സഹായം നൽകിയേക്കുമെന്നാണ് ഉക്രൈൻ അംബാസിഡർ യൂറി റുട്ടോനോവ് വ്യക്തമാക്കിയത്. ജപ്പാൻ തങ്ങളുടെ ആയുധ കയറ്റുമതി നിയമങ്ങൾ വരുത്തിയ ഇളവുകൾ ഇതിന് സഹായകമാകും. ജാപ്പനീസ് കമ്പനിയായ ടെറാഡോൺ ഉക്രൈൻ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഉക്രൈൻ ആഭ്യന്തര ഡ്രോൺ നിർമ്മാണത്തിന് വലിയ കരുത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.